ആഗോള അയ്യപ്പ സംഗമത്തിനൊരുങ്ങി പമ്പ. വിശ്വതീർത്ഥാടനത്തിന് വേദിയൊരുക്കുന്ന സംഗമത്തിൽ വിദേശികൾ ഉൾപ്പെടെ 3500 പ്രതിനിധികൾ പങ്കെടുക്കും. നാളെ രാവിലെ 10 മണിക്ക് ആഗോള അയ്യപ്പ സംഗമം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. പമ്പ മണൽപ്പുറത്തെ 3 പ്രധാന വേദികളിലാണ് ആഗോള അയ്യപ്പ സംഗമം നടക്കുക. 43,000 ചതുരശ്ര അടിയുള്ള പ്രധാന വേദിയിലാണ് ഉദ്ഘാടന സമാപന സമ്മേളനം. വിവിധ രാജ്യങ്ങളിൽ നിന്നുൾപ്പെടെ 3000 പ്രതിനിധികൾക്ക് ഇവിടെയാണ് ഇരിപ്പിടം. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മന്ത്രിമാർ, സംസ്ഥാന മന്ത്രിമാർ, ജനപ്രതിനിധികൾ, സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ, വിവിധ സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ സംഗമത്തിൽ പങ്കെടുക്കും. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഉദ്ഘാടകൻ. ഉദ്ഘാടനം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ്. ഈ കാര്യത്തിൽ നമ്മൾ നേരത്തെ തന്നെ അറിയിച്ചിരുന്നതാണ്. ഒപ്പം ആ ചടങ്ങിൽ തമിഴ്നാട്ടിലെ 2 മന്ത്രിമാർ പങ്കെടുക്കുന്നുവെന്ന വിവരം നമ്മളെ അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഒന്ന് അവിടുത്തെ ദേവസ്വം വകുപ്പ് മന്ത്രി PK ശേഖർ ബാബുവാണ്. രണ്ടാമത് അവിടുത്തെ IT വകുപ്പ് മന്ത്രി ശ്രീ പളനിവേൽ ത്യാഗരാജനാണ് തമിഴ്നാട്ടിൽ പങ്കെടുക്കുന്ന മന്ത്രിമാരെന്ന രൂപത്തിൽ നമ്മളെ അറിയിച്ചിട്ടുള്ളത്. ശബരിമല മാസ്റ്റർ പ്ലാൻ, പിൽഗ്രിം ടൂറിസം വികസനം, തീർത്ഥാടന കാലയളവിലെ തിരക്ക് നിയന്ത്രണം എന്നീ വിഷയങ്ങളിൽ നടക്കുന്ന സെമിനാറുകൾ തന്നെയാണ് സംഗമത്തിന്റെ മുഖ്യ ആകർഷണം. അപ്പോൾ എല്ലാ അർത്ഥത്തിലും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവാതെ മുന്നോട്ട് പോകാൻ കഴിയുന്ന രൂപത്തിലേക്കുള്ള ക്രമീകരണങ്ങൾ ഞങ്ങൾ കൃത്യമായി ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പ്രത്യേകമായി നമ്മൾ പ്രവേശന പാസിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ എന്ന കാര്യം എടുത്ത് സൂചിപ്പിക്കുകയാണ്. മാധ്യമപ്രവർത്തകർക്കെല്ലാം പ്രത്യേക പാസ് കൃത്യമായി ഇവിടുന്ന് തന്നെ കിട്ടും. അതനുസരിച്ച് അവർക്ക് ആരൊക്കെയാണ് ലൈവ് ചെയ്യുന്നത് കൃത്യമായി അറിയിച്ചു കഴിഞ്ഞാൽ അതിനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന രൂപത്തിലേക്ക് ക്രമീകരണം ഉണ്ടാകും. ചർച്ചയിലൂടെ ഉയർന്ന ആശയങ്ങൾ നടപ്പാക്കാൻ പ്രത്യേക കമ്മിറ്റി രൂപീകരിക്കുമെന്ന് ദേവസ്വം മന്ത്രി VN വാസവൻ പറഞ്ഞു. സെമിനാറുകൾക്ക് പുറമെ പിന്നണി ഗായകൻ യേശുദാസിന്റെ സംഗീത പരിപാടിയും നടക്കും. വൈകിട്ട് 5 മണിയോടെ പരിപാടികൾ പൂർത്തിയാകുന്ന തരത്തിലാണ് ക്രമീകരണങ്ങൾ. കൈരളി ന്യൂസ്, പത്തനംതിട്ട.